പറഞ്ഞു 10 വർഷം കാശെല്ലാം തീർന്നു, ഇനിയിപ്പോ എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാലേ ഇഷ്ടകാലം ജീവിക്കാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു ഒരു 12 മണി രാത്രി വരെയൊക്കെ പോയിട്ടുണ്ട് ഇന്റർവ്യൂ. എല്ലാരും പറയുന്നതിനകത്ത് ഒരു അതിശയോക്തി ഇല്ല, ഞാൻ ഒരു ഇന്റർവ്യൂ സൂപ്പർ സ്റ്റാറും കൂടിയാണ്. റേറ്റിംഗ് അനുസരിച്ച് കണ്ടന്റിൽ മാറ്റം വരുത്താറ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഉദാത്തമായ കലാരൂപമായിട്ട് ഒരിക്കലും സീരിയലിനെ പറയാൻ പറ്റില്ല. ഇതൊരു ജസ്റ്റ് ആൾക്കാർക്ക് ഇരുന്ന് വാച്ച് ചെയ്യാൻ. എന്തെങ്കിലും പ്രശ്നവും കുഴപ്പവും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമില്ല, നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പമാണ്, അവർക്ക് നല്ലത് കാണണ്ട. അതുകൊണ്ട് ഒരു കാര്യമില്ല, എന്തിനും ആർക്കും വേണം, കാശുമായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭയങ്കര രസമായിരുന്നു. നടുവേദനയൊക്കെ പോലും ഉളുക്കിന് പോലും പിടിക്കുന്നില്ല. പിണറായി സഖാവ് ആണ് പറയുന്നത് മാമൻ്റെ അടുത്ത് നേരിട്ട്, മുകേഷ് ഇതിന് നിൽക്കൂ എന്ന് പറഞ്ഞിട്ടാണ് മാമൻ അന്ന് നിൽക്കുന്നത്. അത് പലപ്പോഴും ഭയങ്കര ഓവറാവുന്ന പോലെ ഹെയ്റ്റ് ക്യാമ്പയിൻ, കൊല്ലത്തിനൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായിരിക്കും ഇങ്ങനെ കൊല്ലം ഇങ്ങനെ വാർത്തകൾ ഇടുന്നതിൻ്റെ ഒരു കാരണം? കേരള ഫുഡ് കിട്ടുന്ന ദുബായിലാണ് കേരളത്തിനേക്കാൾ. സത്യം, അത് കറക്റ്റാണ്. നമുക്ക് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ല ഊണും പിന്നെ പെട്ടെന്നൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല. അവനെങ്ങനെ ഉണ്ട്, കൊള്ളാം എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലോൺ മസ്ക് ആവും നമ്മള്. ഹായ്, നമസ്കാരം. ആർജെ തൻവീർ ആണ് ഫ്രം 360 റേഡിയോ. ഇന്ന് എന്നോടൊപ്പം ഉള്ള വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു അതിഥിയാണ്. മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് മേഖലകളിൽ കൈ വെച്ചിട്ടുള്ള ഒരാളാണ്, സീരിയലും സിനിമയിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിനെ കുറിച്ച് നമുക്ക് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും കൂടെ പറ്റുന്നുണ്ടാവും. റീസെൻ്റ്ലി നമ്മൾ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂസിൻ്റെ ബിറ്റിലാണ്. ആപ് കൈസേ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പിഷാരോടൊപ്പവും അതേപോലെ തന്നെ ധ്യാൻ്റെ ഒപ്പം ഒക്കെ രസകരമായിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വെൽക്കം ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇന്റർവ്യൂ സീരീസ് കഴിഞ്ഞതിന്റെ ഒരു ഹാങ് ഓവറിലാണുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ആപ് കൈസേവിന്റെ പ്രൊമോഷൻ? ദിവ്യദർശനാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. നമസ്കാരം. നമസ്തേ. എങ്ങനെയുണ്ടായിരുന്നു പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ? അതിന്റെ പ്രൊമോഷൻസ് ഭയങ്കര എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു ടൂർ പോലെ ആയിരുന്നു ഞങ്ങൾ പ്രൊമോഷൻസ്. കാരണം ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് എന്താ പറയുക, ഒരു ജോളി ട്രിപ്പ് പോലെ ആയിരുന്നു. രാവിലെ തൊട്ട് തുടങ്ങും ഇന്റർവ്യൂ. ഒരു 2 ദിവസം ആദ്യത്തെ ബാച്ച് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അടുത്ത ഒരു 1 ഡേയും കൂടി വെച്ചിരുന്നു. അപ്പം 3 ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 10 o'clock തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 12 മണി രാത്രി വരെയൊക്കെ പോയിട്ടുണ്ട് ഇന്റർവ്യൂ. കാരണം എല്ലാവരും ഒരു ഡിഫറെൻറ്റ് ഇൻ്റർവ്യൂസില്ല. പക്ഷേ ഞാനൊക്കെ കുറച്ചേ ഇരുന്നുള്ളൂ, എനിക്ക് വയ്യാതായി. പക്ഷേ ധ്യാൻ എല്ലാത്തിലും വേണമല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ എങ്ങനെ ഇത്രത്തോളം സംസാരിക്കാൻ പറ്റുന്നു. അതും ഡിഫറെന്റ് കഥ പറയണ്ട, സെയിം പറയാനും പറ്റത്തില്ലല്ലോ. ചിലത് കേൾക്കുമ്പോൾ ഇതിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന തോന്നൽ വരികയും ചെയ്യും. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യാൻ ഓപ്ഷനും ഇല്ലല്ലേ, റിപ്പീറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതെ, എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ എല്ലാരും പറയുന്നതിനകത്ത് ഒരു അതിശയോക്തി ഇല്ല, ഞാൻ ഒരു ഇന്റർവ്യൂ സൂപ്പർ സ്റ്റാറും കൂടിയാണ്. ധ്യാൻ്റെ അടുത്ത് നിന്ന് ഇന്റർവ്യൂ നിന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ ധ്യാൻ്റെ ഭാഗത്ത് നടക്കേണ്ട, ഒരു തഗ്ഗടിക്കണം, അല്ലെങ്കിൽ അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണോ? പുള്ളി അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിക്കുകയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഭയങ്കര മനസ്സിലെടുക്കുകയോ വിഷമം തട്ടുകയോ അങ്ങനെ ഒരു മനുഷ്യനല്ല. ഭയങ്കര കൂളായിട്ട് ഉള്ളൊരു വ്യക്തിയാണ്. നമുക്കൊക്കെ ചിലപ്പം എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഡൗൺ ആവും, അല്ലെങ്കിൽ ഒന്ന് സങ്കടം വരും. അതെല്ലാം ഫ്രീ മൈൻഡാണ്. അപ്പൊ ആ സത്യസന്ധമായിട്ട് പറയുന്നത്, അതിനകത്തൊന്നും സീരിയസ് ആയിട്ടല്ലേ. അതത്ര റിയൽ ആയിട്ട് വരുമ്പോഴാണ് ആളുകൾ അത് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. മൂവി പ്രൊമോഷൻസിന് ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ എന്താ പറയുക, ഞാൻ പല ആക്ടേഴ്സും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ രാവിലെ മുതൽ അല്ലെങ്കിൽ എണ്ണമില്ല, അത്രയും എന്താ പറയുക ഓൺലൈൻ മീഡിയാസ് നമുക്ക് ഉണ്ട്. അപ്പോൾ എത്ര ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടോ? ഒരു എണ്ണമൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ 3 ദിവസം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഒരെണ്ണം കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളന്ന് ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂസ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ കഴിക്കും. നല്ലത് കണ്ടിന്യൂസ്ലി പോവുമായിരുന്നു ഇന്റർവ്യൂസ്. പിന്നെ ധ്യാൻ്റെ ആകുമ്പം എല്ലാവരും വരും, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് വന്ന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും വലിയ ഇത്ര ഒരു ജോളി ആയിരിക്കത്തില്ല. ധ്യാൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നവർക്കും ഭയങ്കര
അതിനു വേണ്ടി ആങ്കേഴ്സ് വഴക്ക അവർക്ക് ധ്യാൻ്റെ ആണോ ഞങ്ങൾക്ക് പോകണം വേണമെന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ എക്സൈറ്റ്മെന്റ് കൂടി. ആപ് കേസയോ തിയേറ്ററിൽ പോയി കണ്ടവർക്കും കാണാത്തവർക്കും OTT-ൽ അതിന്റെ വേറൊരു വേർഷനാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും റീ എഡിറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അത് കുറേ സജഷൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബെഹ്റിൽ പോയത്. ഇപ്പം എൻ്റെ പ്രൊഡ്യൂസർ ഡാർവിൻ ചേട്ടനുണ്ട്. ഡാർവിൻ ചേട്ടൻ്റെ മോൻ ഡാനി, അവൻ എഡിറ്ററും കൂടിയാണ്. അപ്പം മോള് മീഡിയ സ്കൂളിൽ പഠിക്കുക ദുബായിൽ. അപ്പം അവരുടെ കുറച്ച് സജഷൻസും എല്ലാം പറഞ്ഞ് ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഞാൻ പറഞ്ഞ പോലെ എഡിറ്റഡ് സീൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ഫൺ പാക്ഡ് ആക്കി OTT-ൽ ഇറക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതൊരു നല്ലൊരു സംഭവമായിരിക്കും എന്നാണ് തോന്നുന്നത്. അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടല്ലേ. അതേപോലെ ആ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു, ധ്യാനാണല്ലോ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതിനെ കുറിച്ച് പറയുമല്ലോ, ചിലപ്പോൾ സെറ്റിൽ നിന്നാണ് അതിന്റെ പുകയടിച്ചിട്ടാണ് പുകയടിച്ച് എഴുതാന്നൊക്കെ പറഞ്ഞ പോലെ ധ്യാന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ധ്യാൻ എഴുതും എന്നാ പറഞ്ഞാൽ ഫുള്ളും അത് നമ്മളിപ്പം മറ്റേ സ്ക്രിപ്റ്റ് പോലെ മൊത്തം കറക്റ്റായിട്ട് എഴുതിയായിരിക്കില്ല വെക്കുന്നത്. ഇതാണ് കണ്ടന്റ്. ചിലപ്പം ആ സമയത്ത് നമുക്ക് നല്ല ഫ്രീഡം തരും. അല്ലെങ്കിൽ എങ്ങനെയൊന്നും നമുക്ക് മാറ്റി പറയാമല്ലോ. പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാൽ പിന്നെ അങ്ങനെ അതും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രീഡം കൂടി തരുന്നൊരു റൈറ്ററാണ്. തീരെ ഒരു ഈഗോയിസ്റ്റിക് അല്ല. ആക്ടേഴ്സിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആക്ടേഴ്സിന് നല്ല കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ എന്താ പറയുക, ആ സിനിമയുടെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞു. പ്രൊമോഷനൊക്കെ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് തിയേറ്ററിൽ ഫൈനലി? അതിനെങ്ങനെ കാണുന്നത്? പ്രൊമോഷൻസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് വന്ന സിനിമകളിൽ ആ ലാസ്റ്റ് ഒരു 2 months വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടിയിട്ടുള്ളൊരു സിനിമ അപ് കൈസയോ ആയിരുന്നു. കാരണം അത് ബേസിക്കലി ധ്യാൻ്റെ ആ ഒരു, പിന്നെ ധ്യാൻ, അജു വർഗീസ്, പിഷാരടി ചേട്ടൻ എല്ലാവരും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവരുടെ സംസാരം കേൾക്കാനും അപ്പോൾ അത് ഭയങ്കരമായിട്ട് റീച്ചായി. അത് പടത്തിന് നല്ല പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പം OTT-ൽ അത് ഒരു കുറച്ച് പ്രൊഡക്ഷൻ ഹൗസ് ഒന്നും കൂടി റീ എഡിറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഹ്യൂമേഴ്സ് കുറേ കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പടത്തിൽ. അപ്പോൾ OTT വരുമ്പോഴത്തേക്ക് കുറേ എഡിറ്റഡ് സീൻസും എല്ലാം ചേർത്തിട്ട് ഇറക്കാനാണ് ഇപ്പം പ്രൊഡക്ഷൻ ഹൗസിൻ്റെ തീരുമാനം. അപ്പം നമ്മൾ തിയേറ്ററിൽ കണ്ട സിനിമ ആയിരിക്കത്തില്ല OTT വരുമ്പോഴത്തേക്ക്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ ഒന്ന് മാറും. അല്ല, ഈ വലിയ താരങ്ങളില്ലാതാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ചില പടത്തിൻ്റെ ഒരു ഇനീഷ്യൽ പുള്ളിനെയും ആ ഒരു കളക്ഷനൊക്കെ ബാധിക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തരം പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു സംഭവങ്ങൾ മാറിക്കിട്ടി, താരങ്ങൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറിക്കിട്ടിയിട്ടുണ്ടോ? താരങ്ങൾ ഇപ്പം പക്ഷേ എമ്പുരാൻ എന്ന് പറഞ്ഞ താരചിത്രമാണ്. ഇപ്പോൾ ബുക്ക് മൈ ഷോ വരെ ബ്ലോക്കായെന്നാ പറയുന്നത്. അത് താരങ്ങൾക്ക് എപ്പോഴും ആ വാല്യൂ ഉണ്ട്. അത് അവരെ ഇന്നോ ഇന്നലെയോ താരമായതല്ലല്ലോ. അത് ടേക്സ് ടൈം. അങ്ങനെ എല്ലാവരും പതുക്കെ താരമാവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതും താരങ്ങൾ തന്നെയാണ്. കാരണം താരങ്ങളെ അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ. അപ്പം അവരുടെ സിനിമയ്ക്ക് എന്തായാലും ഒരു എക്സ്ട്രാ പുള്ളും എക്സ്ട്രാ ഇതും കാണും. അതിൻ്റെ കൂട്ടത്തിൽ നല്ല സിനിമകൾ വരുമ്പോൾ അത് ആൾക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും. ഇപ്പം പൊന്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല. ബട്ട് ആ പടം അത്ര നല്ലതായതുകൊണ്ടാണ് അത്രയും ജനങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ ബേസിക്കലി അതാണ് എൻ്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഇപ്പോൾ ദിവ്യദർശൻ ഒരു കലാ കുടുംബത്തിൽ നിന്ന് ഒക്കെ വരുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഈ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു സാധനം വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മൈൻഡിലായിരുന്നു? അല്ല, അതുകൊണ്ട് ഞാൻ കുറേ ആൾ അഭിനയിക്കായിരുന്നു ചെയ്ത്. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് മറക്കുമല്ലോ. അപ്പോൾ വീണ്ടും വരുമ്പോഴത്തേക്ക് എല്ലാവരും അത് ഈ ഫാമിലിയിൽ നിന്നാണല്ലോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. 2012 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഹൈഡ് ആൻഡ് സീക്ക്? അതിന് മുമ്പ് താങ്കൾ എന്തായിരുന്നു? അല്ല, അതിനു മുമ്പ് പഠിക്കുമായിരുന്നു. MBA കഴിഞ്ഞ് ദുബായിലാണ് പഠിച്ചത്. അപ്പോൾ അത് വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഫസ്റ്റ് പഠിച്ചു കഴിയണം, എനിക്ക് ചെറുപ്പം തൊട്ടേ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഡിഗ്രി എടുക്കണം എന്നായിരുന്നു ആദ്യത്തെ ഇത്. അപ്പോൾ പോയി കോയമ്പത്തൂർ CMS-ലായിരുന്നു പഠിച്ച്. അപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ശരി, ഡിഗ്രി കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും അഭിനയിക്കണം. അപ്പം അമ്മ പറഞ്ഞ് അതെങ്ങനെയാ ശരിയാവുന്ന, ഇപ്പം എല്ലാവർക്കും MBA എങ്കിലും മിനിമം ഉണ്ട്, അതുകൊണ്ട് നീ ഒരു MBA കൂടി എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ ഒന്ന് MBA കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ദുബായിലാണ് പഠിച്ചത് പറഞ്ഞില്ല. അപ്പം അമ്മ പറഞ്ഞു ഇത്രയും പൈസയൊക്കെ ചിലവാക്കി പഠിപ്പിച്ചതല്ലേ, നീ ഒരു വർഷമെങ്കിലും ജോലി. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത് വൈകിട്ട് ഫ്ലൈറ്റ് ഞാൻ കയറി വീട്ടിൽ പോയി. അങ്ങനെ
വന്ന് പിന്നെ എന്താ പറയുന്നത്, അപ്പോഴത്തേക്ക് ഹൈഡ് ആൻഡ് സീക്ക് ശരിക്കും അത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാനല്ലായിരുന്നു അഭിനയിക്കേണ്ടിരുന്നത്. അത് ആ സമയത്ത് അപ്പം അനിൽ ബാബുൽ അനിൽ സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം പുള്ളിയാണ് പറഞ്ഞത് ഈ ആദ്യം വെച്ച കഥ വേറെയായിരുന്നു. പിന്നെ അത് മാറി ഈ കഥയിലോട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു എന്നാൽ പിന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അതിനകത്ത് അഭിനയിച്ചതാണ്. പിന്നെ കാരണവർ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് ഡയറക്ഷനും ആഡ് മേക്കിങ്ങും ഒക്കെ ആയിരുന്നു. സീരിയലിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയാണ്? സീരിയൽ നേരെ പ്രൊഡക്ഷനിലേക്കാണോ എത്തുന്നത്? ആ പ്രൊഡക്ഷൻ നമുക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. ദൂരദർശൻ തൊട്ടേ അച്ഛനും അമ്മയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റത്തെ അന്ന് ഡോക്യുമെൻ്ററീസ് ഒക്കെ അന്നൊക്കെ ഞാൻ ഒരു 5-6 വയസ്സുള്ളപ്പോൾ തൊട്ടേ അവർ ദൂരദർശനിൽ ആദ്യത്തെ സീരിയൽസും ഒക്കെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസാണ്, കാളിദാസയുടെ. അതിനകത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു നീലവരിയിട്ട ജാലകം എന്ന് പറഞ്ഞൊരു സീരിയലൊക്കെ ഉണ്ട്. പിന്നെ സൂര്യ ടി വിയിൽ ആദ്യത്തെ സീരിയൽ സൂര്യ ലോഞ്ചായപ്പം ഒരു 7 days പോകുന്ന സീരിയലുണ്ടായിരുന്നു, ഏഴിലം പാല എന്ന് പറഞ്ഞ. അതൊരു പ്രേതത്തിന്റെ സീരിയലാണ്. രാത്രി 10 മണിക്ക് അമ്മയാ പ്രേതമായിട്ട് അഭിനയിക്കുന്നത്. അമ്മ ഇങ്ങനെ ഒരു കറുത്ത സാരി എടുത്ത പ്രേതം, എല്ലാ പ്രേതങ്ങളും വൈറ്റ് സാരിയാണ്. ഇത് നമ്മളത് ബ്രേക്ക് ചെയ്തിട്ട് കറുത്ത സാരി എടുത്ത് മുട്ടയടിച്ച പ്രേതം, പറ്റിയ മുടി. അത് ഏത് വർഷമായിരുന്നു ഓർമ്മയുണ്ടോ? പേര് എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ടല്ലോ. അത് ഭയങ്കര ഹിറ്റാണ്. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ 2000 മുമ്പാണ്. ആ സമയത്ത് സൂര്യ ടി വി ലോഞ്ച് ചെയ്ത് ഞാൻ സ്കൂളിൽ പഠിക്കും. അപ്പം എനിക്ക് തോന്നുന്നു 4th or 5th ഒക്കെ പഠിക്കുമായിരിക്കും. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ ചോദിക്കും, നീ എന്ത് ധൈര്യത്തിൽ അതിൻ്റെ അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നതിനെ പിടിച്ച് കഴിച്ചാലോ. അതുകൊണ്ട് ആ സമയത്തൊക്കെ അമ്മയെ അടുത്ത് പിള്ളേർ ഫ്രണ്ട്സൊന്നും വരുത്തൊന്നുമില്ല. ഇങ്ങനെ അന്ന് തൊട്ടപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടല്ലേ. പിന്നെ കുറച്ച് നാൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തില്ല. അപ്പം അഡ്വർടൈസ്മെന്റ് ഇതായിരുന്നു. നമ്മൾ ആ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഡ് റിലീസിങ്ങും ആഡ് മേക്കിങ്ങും എല്ലാം ചെയ്യണ്ടല്ലേ. നമുക്ക് സീരിയലിലേക്ക് വന്നാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഇത്രയും എപ്പിസോഡ് മെഗാ സീരിയൽ എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കാണാറുണ്ട്. ഇങ്ങനെ വെറുതെ എഴുതി വിടുന്നതാണെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പുറമേ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. എന്താ പെട്ടെന്ന് ഏതെങ്കിലും ആക്ടറിന് മാറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഡേറ്റില്ലെങ്കിൽ അവരെ അങ്ങ് കൊല്ലും, വേറെ രീതിയിലേക്ക് ആക്കാലും വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടുന്നൊക്കെ പറയും. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഒരു സീരിയലിൻ്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണ്? അതെങ്ങനെയാണ്? ഇത് ഇപ്പോൾ ഞാൻ പലരും പറയുന്നുണ്ട് ഓഫീസ് ജോബൊക്കെ പോലെയാണ്, മാസങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണെന്നൊക്കെ. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഷൂട്ടൊക്കെ? അല്ല, സീരിയൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ സിനിമയെക്കാളും കൂടുതൽ കമ്മിറ്റ്മെന്റും സിൻസിയറിറ്റിയും വേണം. കാരണം ഒരു സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഒരു 100 എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ആസ് എ പ്രൊഡ്യൂസർ. ഒരു പ്രൊഡക്ഷൻ ഹൗസും ചാനലും ചെയ്യുന്നു. ചാനൽ എത്രത്തോളം മാർക്കറ്റ് ചെയ്യും ആ പ്രൊഡക്റ്റിന് വേണ്ടി. ആ 100 എപ്പിസോഡിൽ ഇത് റേറ്റിംഗിൽ വന്നാൽ മാത്രമേ പിന്നെ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു 100 രൂപ കിട്ടുന്ന ഒരു സംഭവമാണെങ്കിൽ നമ്മൾ 100 രൂപയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. നമ്മളൊരു 200-250 രൂപ ചിലവാക്കണം. എന്നാൽ ആ 100 എപ്പിസോഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ അതിൻ്റെ എക്സ്ട്രാ നമ്മൾ സ്പെൻഡ് ചെയ്താലേ ആ ഒരു ഇതിൽ കൊണ്ടുവരാൻ പറ്റും. എന്നാലേ റേറ്റിംഗിൽ നിൽക്കുള്ളൂ. റേറ്റിംഗിൽ നിന്നാൽ മാത്രമേ ഇതിന് ലോങ് റൺ ഉണ്ടാവും. സീരിയൽ ഒരിക്കലും പിന്നെ ബ്രേക്കിന് ആവത്തുള്ളൂ, പിന്നെ പ്രോഫിറ്റിലോട്ട് പോവുള്ളൂ. അപ്പം എല്ലാവരും വിചാരിക്കും സീരിയലല്ലേ ചുമ്മാ എടുക്കാം. ആദ്യത്തേതൊക്കെ ഭയങ്കര ഇതാ. പിന്നെ ആ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ജനങ്ങളെ നമുക്ക് കൂടെ കൊണ്ടുപോകണം. അവർ കണ്ടാൽ മാത്രമല്ലേ നിൽക്കുള്ളൂ. ഇപ്പം ഈ സീരിയൽ ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എളുപ്പത്തിൽ? അല്ലല്ല, സിനിമ എല്ലാവർക്കും പൈസ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചാനലിന് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത്രയും നല്ല അവർക്ക് ഫീസിബിളായിട്ട് തോന്നുന്ന പ്രൊഡക്ഷൻ ഹൗസസിന് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാലോ. ഇത് ചാനലാണോ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമുക്കൊരു സീരിയൽ വേണം? അതെ, നമ്മൾ ചാനലും നമ്മളെ കോൺടാക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഇവിടെ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട് മെയിനായിട്ടുള്ള. അപ്പോൾ കാരണം സിനിമ ചെയ്യുന്ന പോലെയല്ല, സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര തലവേദന പിടിച്ചൊരു പരിപാടിയാണ്. കാരണം 30 ദിവസവും പോകണം. നമ്മുടെ സീരിയൽസ് എല്ലാം ഡെയിലി സീരിയൽസാണ്. ചില ഏഷ്യാനെറ്റിലൊക്കെ എനിക്ക് തോന്നുന്നു 7 ദിവസമേ ഉള്ളൂ. സിയിലും ചിലത് 6 ദിവസമേ ഉള്ളൂ. നമ്മുടേത് 7 days ആണ്. 7 days എ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ന്യൂസ് പോലെയാണ്. അപ്പോൾ അത് അത്രയും. പിന്നെ ആ ചാനലിൻ്റെ ആ ടൈമിൽ ഈ സാധനം എത്തുകയും വേണമല്ലോ. നമ്മളൊരു ദിവസം 2 ദിവസം മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് 2 ദിവസം മുമ്പ് കൊടുക്കണം ചാനലിന്. അപ്പം നമ്മുടെ കയ്യിൽ അത്ര സ്റ്റോക്ക് ഉണ്ടാവണം.
ഫുട്ടേജ് അത്രയും വേണം. എന്നാൽ ഇതെല്ലാം ഇന്ന് ഷൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇതേ സമയം എഡിറ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കും, അത് എറണാകുളത്തായിരിക്കും നടക്കുന്നത്. അതേസമയം ഡബ്ബിങ് വേറെ സ്ഥലത്ത് കിടക്കുന്നുണ്ടോ, മിക്സിങ്ങും എല്ലാം ഗ്രേഡിങ്ങും എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ വലിയ കോർഡിനേഷൻ സംഭവം. ഭയങ്കര ഒരു അത് എളുപ്പമല്ല. അപ്പം നമ്മളൊരു ചാനലാണോ നമുക്ക് പൈസ തരുന്നത്? ചാനലാണ് പ്രൊഡ്യൂസർക്ക് പൈസ തരുന്നത്. അതിൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടഡ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസറിന് സ്ലോട്ട് വാങ്ങിക്കാം, ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പം ആരും ചെയ്യുന്നില്ല ഫണ്ടഡ്. ഇപ്പം എല്ലാം ചാനൽസാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ലോട്ടിന് ഇത്രയും പൈസ, ആ സ്ലോട്ട് നമ്മൾ വാങ്ങിക്കും, നമ്മുടെ പ്രോഡക്റ്റ് ഇടും, എന്നിട്ട് നമ്മൾ തന്നെ ആഡ് ചെയ്യുന്നുള്ള റവന്യൂ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. അത് ഒരു ലക്കാണ്, ചിലപ്പം ഇത് കൂടുതൽ കിട്ടുമായിരിക്കാം. ചാനലിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഫിക്സഡ് എമൗണ്ട് ആണ്, അത് പിന്നെ എന്തായാലും ഉറപ്പുള്ളൊരു പൈസയാണ്. സിനിമ ഇപ്പം ഹിറ്റായാലല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഇതാകുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഈ പൈസ നിങ്ങൾക്ക് കിട്ടും. അപ്പം സ്ലോലി ഞാൻ പറഞ്ഞ പോലെ ഈ 100 എപ്പിസോഡ് വരെ ഈ കിട്ടുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്ക് സ്പെൻഡ് വരുന്നത്. കാരണം അത്രയും നമുക്ക് ഡ്യൂറേഷൻ എടുക്കാൻ പറ്റും, എല്ലാം കറക്റ്റായിട്ട് നോക്കി പോകണം. ഈ വീടൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് പാടാണോ? അതായത് വീട് പിന്നെ കുറെ കാലത്തേക്ക് ഒരേ വീട് തന്നെ വേണ്ടേ? അതിന്റെ ഒരു ചലഞ്ച് ഇപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ ഒരു വീട് മെയിൻ ഒരു വീടാണെങ്കിൽ അത് മാക്സിമം നമ്മളത് റെന്റിനെടുക്കും. പിന്നെ ബാക്കി എല്ലാ വീടും നമുക്ക് റെന്റിനെടുക്കാൻ പറ്റില്ല മുതലാകത്തിൽ. അത് വീടെടുക്കുന്നതൊക്കെ പണ്ടത്തെ കുറേ കഥകളുണ്ട്. നമ്മളൊരു പ്രൊഡക്ഷൻ മാനേജറുണ്ട്, വിജയമുഖത്തല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെടുത്ത് അത് ഞാൻ ചെറുപ്പമായിരുന്നപ്പോഴത്തേക്കുള്ള ഒരു ഡയറക്ടർ പറഞ്ഞ്, അതെ നാളെ പെട്ടെന്ന് ഇന്ന് എഴുതി വന്നൊരു സീന്, നല്ല ലോണുള്ളൊരു വീട് വേണം, മസ്റ്റാണ്, രാവിലത്തെ ഫസ്റ്റ് ഷോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എപ്പോഴും വെപ്രാളമാണ് പുള്ളി. ഞാൻ കുഞ്ഞുനാളെ തൊട്ട് നമ്മുടെ പ്രൊഡക്ഷൻ മാനേജരാണ്. അപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ഭയങ്കര ഓട്ടവും, രാവിലെ കിട്ടണമല്ലോ, ലോണുള്ള വീട് കിട്ടണ്ടേ. എന്നിട്ട് രാവിലെ ഡയറക്ടർ നമ്മൾ, സാറേ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ഫസ്റ്റ് സീൻ വെക്കലെന്ന് പറഞ്ഞതാ, ഫസ്റ്റ് സീൻ ഔട്ട്ഡോർ വെച്ച്, എന്നിട്ട് പറഞ്ഞു ബാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ഒരു ഗതിയും പരാതിയില്ലാത്ത ഒരു വീട്. അപ്പോഴത്തേക്കും ഇതെന്തോ നിൻ്റെ അടുത്തിട്ട് നല്ല ലോണുള്ള വീട്, നല്ല ലോണുണ്ട്, പെട്ടെന്ന് എടുത്തോ, 2 ദിവസം ഇങ്ങനെ ജപ്തി ആന്ന്. കാര്യമായിട്ട് എന്ത് ചെയ്യും, നല്ല ലോണുള്ള വീട് എന്തായാലും പെട്ടെന്ന് എടുത്തേക്കണം, 2 ദിവസം കഴിഞ്ഞാൽ ജപ്തിയാ, പിന്നെ കണ്ടിന്യൂറ്റി ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ സീരിയലിൽ തന്നെ കുറേ കഥകളുണ്ട്. ഒരു നമ്മുടെ തന്നെ ഒരു സീരിയലിൽ ഒരു വീട്ടിൽ ഒരു ചെറിയ വീട് വേണം ഷൂട്ട് ചെയ്യാൻ. അപ്പോഴത്തേക്ക് അവിടെ പോയിട്ട് പുള്ളി ഈ വിജയമുഖത്തല്ലേ, പുള്ളി എന്നിട്ട് പറഞ്ഞപ്പോൾ ഒരു വയസ്സായ ഒരു 90 വയസ്സായ ഒരു അപ്പൂപ്പനെ കണ്ടുണ്ട്. അപ്പം അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞു, മോനും ഉണ്ട്, മോൻ്റെ ഭാര്യയും പിന്നെ അപ്പൂപ്പനും. ഇതേപോലെ ഒരു ദിവസം എത്ര 5000 രൂപ വരും, ഞങ്ങൾക്ക് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ആകുമ്പോഴത്തേക്കേ ഉള്ളൂ, നിങ്ങൾ ഭക്ഷണമൊന്നും വെക്കേണ്ട, ഭക്ഷണമൊക്കെ നമ്മൾ തരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇവര് ഷൂട്ടിംഗുകാരല്ലേ, കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങത്തില്ലല്ലോ. രാത്രി 9-9:30 ആയി. അമ്മാവനാണെങ്കിൽ ഉറക്കം മരുന്നൊക്കെ കഴിക്കേണ്ട സമയമാണ്, പുള്ളിക്ക് അകത്ത് കയറാനും പറ്റുന്നില്ല. എന്നിട്ട് ഏതൊരു മാവിന്റെ മൂട്ടിക്കൊണ്ടിരുത്തിരിക്കുക, കൊതുവൊക്കെ കൊണ്ട്. അങ്ങനത്തെ കുറെ ചലഞ്ച് ഉണ്ട്, അങ്ങനത്തെ കുറെ കഥകളുണ്ട്. ഇപ്പം കറന്റ് സീരിയല് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ പോകുന്നത് കന്യാദാനം എന്ന് പറഞ്ഞിട്ടാണ്, സൂര്യ TV-ൽ. അത് ദേവൻ സാറാണ് മെയിൻ. ഇപ്പോൾ ഒരു 1300 എപ്പിസോഡ്സ് ആയി. അത് ഇപ്പോഴും നമ്പർ 1 ആണ് സൂര്യ TV-ൽ റേറ്റിംഗിൽ. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ആ ഒരു റേറ്റിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലേ? വീക്ക്ലി റേറ്റിംഗ് വരും. റേറ്റിംഗ് കിട്ടും. അത് കൂടുതലാണെങ്കിൽ ആഡ് കിട്ടും. അല്ലല്ല, അത് നമ്മളല്ല, ആഡൊക്കെ ചാനലാണ്. പക്ഷെ അവന് റേറ്റിംഗ് കുറവാണെങ്കിൽ അതിന് അവരുടെ സ്ലോട്ടിന്റെ വാല്യൂ കുറയുമല്ലേ, അപ്പം ആഡ്സിന്റെ പൈസയും കുറയും, അവരുടെ റവന്യൂ കുറയും. ഇപ്പൊ സീരിയലിന് ഈ പറഞ്ഞ പോലെ എന്താ ഇപ്പൊ റീച്ച് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ റേറ്റിംഗ് ഒക്കെ കുറയുമ്പോൾ ആണ് കുറെ മസാലയൊക്കെ ചേർക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ റേറ്റിംഗ് അനുസരിച്ച് നിങ്ങൾ കണ്ടന്റിൽ മാറ്റം വരുത്താറുണ്ട്? പിന്നെ വരുത്തല്ലേ? അത് എങ്ങനെ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ? അത് ഇപ്പം എന്താ പറയുന്നത്, നമ്മുടെ ഓരോ മാസവും ഓരോ 1 ലൈൻ ആയിരിക്കും. അപ്പം ഈ മാസം കുറച്ചൊന്ന് താഴുവാണെങ്കിൽ 1 ലൈനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തി പുതിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ആരെങ്കിലും കാണാതാവുകയോ, അങ്ങനെ എന്തെങ്കിലും. എപ്പോഴും ഒരു ഡ്രാമയാണ് ഇത് ബേസിക്കലി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഉദാത്തമായ കലാരൂപമായിട്ട് ഒരിക്കലും സീരിയലിനെ പറയാൻ പറ്റില്ല. ഇതൊരു ജസ്റ്റ് ആൾക്കാർക്ക് ഇരുന്ന് വാച്ച് ചെയ്യാൻ ഒരു എന്താ പറയുന്ന ഒരു ഇരുവും പുളിയുള്ളൊരു സാധനമായിരിക്കണം.
അപ്പോൾ ഇതിൻ്റെ ഒരു ഭാവിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഇതിപ്പം എന്താ പറയുക, തലമുറ മാറി വരുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഒരു മനസ്സിലാക്കലിൽ വീട്ടമ്മമാരും കുറച്ച് പ്രായമുള്ളവരൊക്കെയാണ് ഇത് കാണുന്നതെന്നാണ് വിചാരിക്കുന്നത്. എനിക്കറിയില്ല അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ പുതിയ ആളുകളിലേക്ക് ഇത് എത്തണ്ടേ, അതിനുള്ള മാറ്റങ്ങൾ വരണ്ടേ? അവിടെ ഒരു മാറ്റം നടക്കാത്തൊരു ഏരിയ പോലെ തോന്നുന്നില്ല സീരിയൽ? അത് ശരിക്കും അങ്ങനെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി ഇതായതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ചൈനയിൽ ഈ പോക്കറ്റ് ഡയറി എന്ന് പറഞ്ഞിട്ട് ഒരു 10 minutes സോപ്പ് എന്നാ പറയുന്നത് സീരിയൽസിന്. അപ്പം അത് വന്നിട്ട് അതിന് അവർ സ്പെൻഡ് ചെയ്യുന്നത് വളരെ ചെറിയ പൈസയാണ്. പക്ഷെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റയിലൊക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്നും വരത്തില്ല, പോപ്പപ്പ് പോലെ ഒരു റിച്ച് മനുഷ്യൻ അവൻ പാവപ്പെട്ടവനെ പോലെ അത് ശരിക്കും പറഞ്ഞ സീരിയൽസ്. അപ്പൊ അത് യങ്സ്റ്റേഴ്സാണ് കാണുന്നത്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാമല്ലേ. ഓരോ ഇപ്പം 50-50 ക്രിക്കറ്റ് മാറി 20-20 ആയില്ലേ, അതേപോലെ ഇപ്പം അത്രയും ഡ്യൂറേഷൻ വേണ്ടായിരിക്കും. ചെറുതാക്കി മാറ്റങ്ങൾ വരും. 20-20 പോലെ 20 minutes 22 minutes ഇപ്പോൾ ഒരു എപ്പിസോഡ്, അത് മാറി ചിലപ്പോൾ നാളെ 10 minutes ആവുമായിരിക്കും. ഈ സീരിയലിന് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു മീഡിയ ആണ്, ഒരു ആർട്ട് ഫോം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊന്ന് ചെയർമാൻ പ്രേംകുമാർ തന്നെ ഭയങ്കര രൂക്ഷമായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫീൽഡിലുള്ള ഒരാൾ നിലനിൽക്ക് ഇങ്ങനത്തെ ഫീഡ്ബാക്ക് വരുമ്പോൾ എന്താ തോന്നുക? അല്ല, ബേസിക്കലി സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എപ്പോഴും നമ്മളിപ്പോൾ കുറേ നല്ലതും നന്മയും നായിക്കും നായകനും ഒന്നും പ്രശ്നമില്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ റേറ്റിംഗ് കാണത്തില്ല, ആരും കാണത്തുമില്ല. എന്തെങ്കിലും പ്രശ്നവും കുഴപ്പവും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമില്ല, നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പമാണ്. അവർക്ക് നല്ലത് കാണണ്ട, അത് നല്ലത് കാണിച്ചു കഴിഞ്ഞാൽ റേറ്റിംഗ് കാണത്തില്ല. നമ്മൾ അന്ന കരീന എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സീരിയലായിരുന്നു, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതാ ഫ്ലവേഴ്സ് TV-യിൽ. അത് ചെയ്തു, പക്ഷെ 100 എപ്പിസോഡേ പോയുള്ളൂ, റേറ്റിംഗ് ഇല്ല. അതിന് പക്ഷേ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയായിരുന്നു. KK രാജീവ് ആയിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നത്. വേറൊരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടും ക്രിട്ടിക്കൽ. അതുകൊണ്ട് ഒരു കാര്യമില്ല, എന്തിന് ആർക്കും വേണം, കാശുമായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വൻ നഷ്ടമായിരുന്നു അത്. അപ്പോൾ ഇങ്ങനത്തെ കാണാനാണ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവല്ലേ ഇങ്ങനത്തെ ഇന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആളുകൾ. അത് തന്നെ, അത് ആൾക്കാർക്ക് എപ്പോഴും കുറച്ച് എരിവും പുളിയും. ഇപ്പം ഞാൻ പറഞ്ഞു മറ്റേ പോക്കറ്റ് ആ ഡ്രാമ പോലത്തെ, അതിനകത്ത് എന്താ പ്രശ്നങ്ങളാണ്, അല്ല ഒരു പ്രശ്നം സ്റ്റാർട്ടിങ് തൊട്ടേ പ്രശ്നം അവർ കാണിക്കുന്നത്, പിന്നെ ഇതെങ്ങനെ സോൾവ് ആക്കും എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി ആൾക്കാർക്ക് എന്താ ഇൻട്രസ്റ്റ്, ആൾക്കാർ മറ്റുള്ള ഒരാളുടെ ഒരു പ്രശ്നം കാണാനോ അറിയാനല്ലോ. ഇപ്പൊ നമ്മൾ ഇപ്പം കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അവന് നന്നായില്ലേ, അവനിപ്പം നല്ല രീതിയിലെത്തിയില്ലേ എന്ന് പറഞ്ഞാൽ മറ്റവരെന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ടോ, മറ്റേ വണ്ടിയൊക്കെ വിറ്ററില്ലേ. ഇത് അത് നമ്മുടെ കുഴപ്പമില്ല, അത് ഒരു മനുഷ്യന്റെ ഒരു ക്വാളിറ്റി. ഈ മുകേഷ് ഏട്ടനായിട്ടുള്ളൊരു എന്താ ഒരു ബന്ധം എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ ഒരു അമ്മാവനാണ്, ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു. എനിക്ക് ഞാൻ ഭയങ്കര ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്. പക്ഷെ മാവനും എല്ലാവരുമായിട്ട് നല്ല ജോവിയില്ല. പിന്നെ മാവന്റെ മക്കൾ വരുമ്പോഴത്തേക്കാ ശ്രാവണും തേജസും വരുമ്പോൾ ശ്രാവൺ, അപ്പം ഞങ്ങളെല്ലാം എന്താ പറയുന്ന ഒരു ഫ്രണ്ട്സ് പോലെ ആയിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയുന്ന ഗെയിംസിന് പോവും. ഒരു ഭയങ്കര ചിൽ വൈബാണല്ലേ. മുകേഷേട്ടൻ്റെ പല ഇപ്പോൾ സീനുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് ഇങ്ങനെ വരാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കാക്കക്കുയിലെ കുറേ സാധനമൊക്കെ വന്നിട്ടുണ്ട്. മുകേഷേട്ടൻ അതിൽ ഡയലോഗൊന്നുമില്ല. ലാലേട്ടനും നെടുമണിച്ചേട്ടനും തമ്മിലുള്ള കുറേ പരിപാടി ഇങ്ങനെ നടക്കണം. അപ്പോൾ മുകേഷേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മുഖത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അങ്ങനത്തെ സീൻസൊക്കെ വരുമ്പോഴാണ് പുള്ളിയൊക്കെ ചെയ്ത മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മുകേഷ് സീൻ ഏതായിരിക്കും? അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് എന്ന് തോന്നിയ ഒരു സീൻ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ? അത് എനിക്ക് മറ്റേ ഇതിനകത്ത് വന്ദനത്തിനകത്ത് ബൈനോക്കുലർ വെച്ച് നോക്കുമല്ലോ, ആ സീനാണ് എനിക്ക് ഏറ്റവും പെട്ടെന്ന്. ഇപ്പൊ ചോദിച്ചപ്പോ കുറെ സീൻസ് ഉണ്ട്, പക്ഷെ അത് ആ ഒരു നോട്ടവും ഇതൊക്കെ ഉണ്ടല്ലോ. ഫസ്റ്റ് ഡേ തന്നെ ഫുള്ളൊന്നും കാണാൻ പറ്റത്തില്ല. അതാണ് എനിക്ക് ഭയങ്കര ആ സിനിമ മൊത്തത്തിൽ ഇതാ. പിന്നെ ബോയിങ്ങും ഒക്കെ എനിക്ക് തോന്നുന്നു അത്രയും ഹ്യൂമർ ഒന്നും ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നില്ല. ലാലേട്ടനും മാമനും കൂടിയുള്ള കോംബോ ഭയങ്കര രസമായിരുന്നു. നടുവേദനയൊക്കെ പോകുമല്ലോ, ഉളുക്കിന് പോലും പിടിക്കുന്നില്ല. ഈ മുകേഷേട്ടൻ ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നൊക്കെ ഉള്ള അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ അതിനെക്കുറിച്ച് മുമ്പേ അറിയായിരുന്നു? മൂപ്പരിൽ അങ്ങനെ ഒരു സാധനമൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു? അല്ല, മാമൻ ബേസിക്കലി ഒരു പൊളിറ്റീഷ്യൻ അല്ലല്ലോ. പിന്നെ ആളുടെ ഒരു സ്റ്റൈലും ഒരു
ടിപ്പിക്കൽ പേഴ്സണെ പോലെ അല്ല. പിന്നെ മാമൻ അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നും അല്ലായിരുന്നു പൊളിറ്റിക്സിലോട്ട് വരണം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി ഫാമിലിയാണ് നമ്മുടേത്. അപ്പോൾ അത് അന്ന് പെട്ടെന്ന് CM അന്ന് ഫസ്റ്റ് ഇലക്ഷൻ്റെ സമയത്ത് പിണറായി സഖാവ് ആണ് പറയുന്നത് മാമൻ്റെ അടുത്ത് നേരിട്ട്, മുകേഷ് ഇതിന് നിൽക്കൂ എന്ന് പറഞ്ഞിട്ടാണ് മാമൻ അന്ന് നിൽക്കുന്നത്. എല്ലാം സെക്കൻഡ് ടേം ആയപ്പോഴും അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് മുകേഷ് തന്നെ നിൽക്കൂ എന്ന് പറയുന്നത്. അപ്പം പൊളിറ്റിക്സ് കാരണം എനിക്ക് തോന്നുന്നു മാമൻ്റെ കുറേ നല്ല നല്ല വേഷങ്ങൾ നഷ്ടപ്പെട്ടു. ആ MLA ആയിട്ടിരിക്കുമ്പം മറ്റേ പോയി അങ്ങനെ അഭിനയിക്കാനും അതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അതിൽ വിഷമമുണ്ടോ മുകേഷ്? അത് എന്തായാലും കാണുമായിരിക്കുമല്ലോ. സംസാരിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? അല്ലല്ല അല്ല ഇനിയിപ്പം എന്തിനാ, ഇനിയിപ്പം 10 വർഷം കാശെല്ലാം തീർന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാലേ ഇഷ്ടകാലം ജീവിക്കാൻ പറ്റൂ. ആ ഒരു മൈൻഡിലാണ്. ദിവ്യദർശൻ്റെ എന്താ പറയുക, ഈ സിനിമയും അല്ലാതെയുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ബേസിക്കലി ഈ സിനിമയും ഡയറക്ഷനും ഇതുമൊക്കെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനൊരു ബിസിനസ്, വേറെ ബിസിനസ് ഒന്നും നമുക്കതങ്ങോട്ട് ശരിയായിട്ടില്ല, പറ്റത്തില്ല എന്ന്. അല്ല, അപ്പോൾ ഫിലിമിലോ എന്താ നോക്കാതെ, ഐ മീൻ ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലൊക്കെ? ഞാൻ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, സുന്ദരി സീരിയലിൽ ഞാനാണ് 300 എപ്പിസോഡ് തൊട്ട് ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ 916 എപ്പിസോഡ്സ് വരെ പോയായിരുന്നു. കന്യാദാനവും ഡബിൾ യൂണിറ്റൊക്കെ വരുമ്പോൾ ഞാനാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം വേറൊരു ഡയറക്ടറേയും കൂടി വെച്ചിട്ടുണ്ട് നമ്മളതിന്. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കർ രാമകൃഷ്ണനുമായിട്ട് ചേർന്നിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഞങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അതെടുത്ത് ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തായാലും അത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഫിലിം പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ മന്ത്ലി കണക്കുകളൊക്കെ ഇപ്പോൾ പുറത്തു വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആണ്. ഈ പല സിനിമ ആളുകളൊക്കെ കൊട്ടിഘോഷിക്കുന്ന പോലുള്ള കളക്ഷനൊന്നും സിനിമയ്ക്ക് ഉണ്ടാവുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ സിനിമയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ കൂടിയാണല്ലോ. അപ്പോൾ ഈ കണക്കുകൾ ശരിക്കും എന്താ പറയുക, ഞെട്ടിക്കുന്ന കണക്കുകളാണ്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും കോടികളൊക്കെ മുടക്കി, ഏതോ സിനിമയുടെ ഒരു കണക്ക് കണ്ടു, എത്രയോ കോടി മുടക്കി തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപയാണെന്നൊക്കെയുള്ള കണക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ നഷ്ടത്തിലാണ് നമ്മുടെ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വേറെ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ ആർട്ട് ഫോം അങ്ങ് ഇല്ലാണ്ടായി പോയില്ലേ? ഇല്ല, അങ്ങനെ സിനിമ ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൈസയുടെ മാത്രമല്ലല്ലോ. പിന്നെ ബേസിക്കലി അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അതോറിറ്റേറ്റീവായിട്ട് പറയാനും ഞാൻ ആളല്ല സിനിമയുടെ കാര്യത്തിനകത്ത്. പിന്നെ ഈ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത് സത്യം തന്നെയാണ്. പിന്നെ എന്നിട്ടും സിനിമകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിന്നു പോകുന്നൊരു സംഭവമല്ല സിനിമ എന്തായാലും ഒന്നും ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ, പിന്നെ ഈ വരുന്ന പ്രൊഡ്യൂസേഴ്സും എല്ലാവരും എക്സ്പീരിയൻസ് പ്രൊഡ്യൂസേഴ്സ് ആവണമെന്നില്ലല്ലോ. ഓരോരുത്തരൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്ന് സിനിമ എടുക്കുന്നവരാണ്. അപ്പം ചിലവർക്ക് എന്താ ഈ പൈസ പോയാലും കുഴപ്പമില്ല, എനിക്കൊരു സിനിമ പ്രൊഡ്യൂസർ ആവണം, എനിക്കൊരു പേര് വേണം, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല അവരുടെ ജോലി, ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പൈസ സ്പെൻഡ് ചെയ്യുന്ന മാത്രം ആളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ നഷ്ടം കുറേയൊക്കെ ഓട്ടോമാറ്റിക്കലി നിന്നോളും. വെറുതെ ഒരാളെ പൈസ ഏൽപ്പിച്ചിട്ട് അങ്ങനെ എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അതിനകത്ത് പൈസ പോകും. ഈ 2012 തുടങ്ങിയതാണ്, ഇപ്പോൾ 13 വർഷത്തോളമല്ലേ. ഈ ഒരു ജേണിയിൽ എന്താ പറയുക, നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ സിനിമയിലെ ഒരു പുറമേ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താ പറയുക, ദിവ്യദർശൻ്റെ ഒരു എൻട്രിക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ദിവ്യദർശൻ്റെ ആയിട്ടുള്ള സ്ട്രഗിൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു ജേണിന്ന് എങ്ങനെയാണ്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പടത്തിൽ അന്ന് അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരിക്കലും ഇത് ഈസി ജോബല്ല, ഈസി അല്ല ചാൻസ് കിട്ടാൻ. അതിന് വളരെ സ്ട്രഗിൾ ചെയ്യണം. പിന്നെ ഞാൻ ബേസിക്കലി ഒരു മടിയനായതുകൊണ്ട് എനിക്ക് സ്ട്രഗിൾ ചെയ്യാൻ അത്രയും പറ്റിയില്ല. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം ഒരു ബ്രേക്ക് കിട്ടിയത് മാസ്റ്റർ പീസിലാണ്. അത് ഡയറക്ടർ അജയ് വാസുദേവ്, അതിനകത്ത് എന്നും പുള്ളിയെടുത്താണ് താങ്ക്സ് പറയേണ്ടത്. അതിനകത്ത് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ലായിരുന്നു, മുമ്പേ പരിചയമില്ലായിരുന്നു.
പക്ഷെ അതിനുശേഷം ഭയങ്കര ക്ലോസ്. കാരണം ഞങ്ങൾ ആ 2 ബാച്ചുണ്ടല്ലോ കോളേജിലത്തെ, ഞങ്ങളും അജയേട്ടനുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങളെ അത് അത്രയും സ്മൂത്താക്കി തന്നു. ഞങ്ങൾക്ക് അഭിനയിക്കാനും അത് ഒരു വലിയ സിനിമയായിരുന്നു. അത് ഏകദേശം 50-60 ദിവസം ഷൂട്ടിങ്, 60-65 ദിവസം ഉണ്ടായിരുന്നു. അപ്പം അത്രയും നാളും ഞങ്ങളും ഉണ്ട് ആ ഗ്യാങ്ങിലല്ലേ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അത് ഒരു നല്ലൊരു ഇതായിരുന്നു എനിക്ക്. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞ ഉടനെ ആയിരുന്നു കല്യാണം. അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സീരിയൽ പ്രൊഡക്ഷനും ഒരു വർഷം കഴിഞ്ഞപ്പം അപ്പം ഞാൻ കുറച്ചൊന്ന് സിനിമയിൽ നിന്ന് മാറി നിന്നു. പിന്നെ അപ്കൈസയിലാണ് പിന്നീട് ഇനിയിപ്പോൾ എന്താ ഭാവി? ഇനിയിപ്പം അജയേട്ടൻ്റെ തന്നെ നെക്സ്റ്റ് പടമുണ്ട്. അപ്പം അതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് നെക്സ്റ്റ് പടം. പിന്നെ സ്വന്തം പടം അതൊക്കെ പ്ലാനിങ്ങിൽ ഇങ്ങനെ നടക്കണ്ടല്ലോ. അതെ അതെ. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ മുകേഷ് ചേട്ടനാണെങ്കിലും ഇപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം കൊല്ലം എന്ന് പറയുന്നതിന് വലിയ രീതിയിൽ എന്താ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കാണുന്ന ആളുകളും കൂടെ ആയിട്ട് ചോദിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം നേരിടുന്ന ഒരു ജില്ലയാണ് കൊല്ലം. അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഇത് കൊല്ലത്താണോ എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ട്. അത് പലപ്പോഴും ഭയങ്കര ഓവറാവുന്ന പോലെ ഹെയ്റ്റ് ക്യാമ്പയിൻ, കൊല്ലത്തിനൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായിരിക്കും ഇങ്ങനെ കൊല്ലം ഇങ്ങനെ വാർത്തകൾ ഇടുന്നതിനൊരു കാരണം? അതിപ്പോൾ ഈ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കൊല്ലം ഒരു ജില്ലയാണല്ലോ, കൊല്ലം ഒരു ടൗൺ അല്ലല്ലോ. ജില്ലയിൽ പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നാൽ അതിന് പകരം എത്രയോ നല്ല കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കൊല്ലത്ത്. അതിനെക്കുറിച്ച് നമ്മുടെ സീരിയലിന്റെ കാര്യം പറഞ്ഞല്ലേ, നല്ലത് കാണണ്ട, നമുക്ക് ചീത്ത കണ്ടാൽ മതി. അതിനാണ് നീച്ചിട്ടുന്നത്. നല്ല കൊല്ലംകാരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്? അവർ ഭയങ്കര നിഷ്കളങ്കരാണോ? ഇപ്പോൾ അവർ ബേസിക്കലി അതെല്ലാം തുറന്നടിച്ചങ്ങ് പറയും. പിന്നെ പെട്ടെന്നൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല. അവനെങ്ങനെ ഉണ്ട്, കൊള്ളാം എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലോൺ മസ്ക് ആവും നമ്മള്. തീരെ സപ്പോർട്ട് കിട്ടുന്നില്ല. അതല്ലേ? അല്ല, സപ്പോർട്ടുണ്ട്, പക്ഷെ അവരുടെ രീതി അങ്ങനെ. എന്നാ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടവുമാണ്, സ്നേഹമുള്ള. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടുന്നത്. ഇത്തരം വാർത്തകളിൽ കൊല്ലം ഇങ്ങനെ അറിയുന്നല്ലേ. പിന്നെ എല്ലാ കാലഘട്ടത്തിലും ഓരോ സ്ഥലങ്ങൾ കാണുമല്ലോ. ചില സമയത്ത് കുറച്ചാള് എന്തുവാ ആലപ്പുഴ ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഓരോ കേസുകൾ വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണ്? ഞാൻ ബേസിക്കലി ഫുൾ കൊല്ലമല്ല, എൻ്റെ അച്ഛൻ തൃശ്ശൂരാണ്. അപ്പം ഞാൻ തൃശ്ശൂരും കൊല്ലവും കൂടിയാണ്, മിക്സ് ബ്രീഡാണ്. മിക്സാണ്. പക്ഷെ ഞാൻ സ്കൂളെല്ലാം പഠിച്ചതും ഞാൻ വളർന്നതും എല്ലാം കൊല്ലത്താണ്. കൂടുതൽ ഇഷ്ടം എവിടെയാണ് കേരളത്തിൽ? എനിക്ക് കൊല്ലം ഇഷ്ടമാണ്, തൃശ്ശൂരും ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂർ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, വേറൊരു ആംബിയൻസ് ആണ് ടോട്ടലി ഓൾ ടുഗദർ. അവിടുത്തെ സ്ഥലങ്ങളും എല്ലാം ഒരു കൾച്ചറലിയും പിന്നെ ഈ തൃശ്ശൂരും കൊല്ലത്തിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭാഷ ഒരു മെയിൻ ഡിഫറൻസ്, അല്ലാതെ ഭക്ഷണത്തിന്റെ രുചി. കൊല്ലത്തെല്ലാം നല്ല എരിവും പുളിയും സ്പൈസിയും മീൻകറിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. തൃശ്ശൂരാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാലിട്ട കറിയും, മലപ്പുറത്ത് എരിവ് കുറയും, അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പൊ ഈ മീനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ നമ്മുടെ അച്ഛൻ്റെ വീടെന്ന് പറഞ്ഞാൽ മീൻ ഭയങ്കര ഇതല്ലേ. അപ്പോൾ അതേപോലെ തന്നെ മീൻ കിട്ടുന്ന സ്ഥലമാണ് തൃശ്ശൂർ ടൗണിലല്ല, നമ്മുടെ ഈ ഗുരുവായൂർ സൈഡാണ്. ഇപ്പൊ ചേറ്റുവ ആ ഭാഗം, അപ്പൊ അവിടെയും നല്ല ഗംഭീര മീൻ കിട്ടുന്ന സ്ഥലം. അപ്പൊ ചേറ്റുവയില് കിട്ടുന്ന ചെമ്പല്ലിയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള ചെമ്പല്ലി. അത് ഈ കടലും കായലും കൂടി ചേരുന്ന സ്ഥലത്തുള്ളത്, നല്ല നെയ്യുള്ള ചെമ്പല്ലിയാണ്. അത് ആ തൃശ്ശൂർ സ്റ്റൈലിൽ തന്നെ വെക്കണം. അത് ഗംഭീര സാധനം. ഇടയ്ക്ക് ഉണ്ടാക്കാം, എനിക്ക് ഇഷ്ടം ഉണ്ടാക്കാം. പക്ഷെ മീൻകറി ഉണ്ടാക്കാം ശരിയായിട്ടില്ല, ഇതുവരെ ശരിയാവുന്നില്ല. ചിക്കനും മട്ടനും എല്ലാം കഴിക്കാൻ ഇഷ്ടം മീനാണല്ലേ? ഏറ്റവും ഇഷ്ടം മീനാണ്. ഇത് ദുബായിൽ പഠിച്ച ഒരാളാണ്, ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ വരാറുണ്ട്. ഇവിടെ ലോകത്തിലെ എല്ലാ ഭക്ഷണവും കിട്ടുന്ന ഒരു ഇടമാണ് അല്ലേ. അപ്പോൾ ദുബായെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മകളിൽ ദുബായ് എന്താണ്? ദുബായിൽ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് MBA പഠിക്കുമ്പോൾ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാൻ ഒരു കോളേജിൽ അടിച്ചു പൊളിക്കാവുന്ന ആ ലെവലിൽ നമുക്കന്ന് ദുബായിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അന്ന് നമ്മുടെ പൈസ ഇല്ല, ബേസിക്കലി വണ്ടിയില്ല. പിന്നെ പുതിയൊരു രാജ്യത്ത് വന്ന് പഠിക്കുക,
അപ്പം അന്ന് അക്കാഡമിക് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അത്രയും ഫെസിലിറ്റീസും ഒന്നും വന്നിട്ടില്ല. IMT ദുബായിലാണ് ഞാൻ പഠിച്ചത്. അപ്പം നമുക്ക് മാത്രമായിരുന്നു സെപ്പറേറ്റ് ക്യാമ്പസ് ആയിരുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള ഓരോ ക്ലസ്റ്റേഴ്സിൽ ഓരോരോ കോളേജസാണ്. അവിടെയാണെങ്കിൽ പിന്നെയും എല്ലാവരുമായിട്ട് ഇതിപ്പോൾ നമ്മളെ ഒരു ജയിൽ പോലെ ആയിരുന്നു അന്ന്. ഇന്ന് പക്ഷേ അവിടെയൊക്കെ മാറി, ഫുൾ ഓപ്പണായി. കുറേ അന്നൊരു ഷോപ്പ് പോലും ഇല്ലായിരുന്നു, ഒരു 24/7 മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ നടന്നു പോകണം. അപ്പോൾ ഈ ചൂട് സമയം കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനേ പറ്റത്തില്ലല്ലോ ഉച്ചയ്ക്കൊന്നും. അപ്പം അന്ന് ദുബായ് ശരിക്കും എന്താ പറയുക എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ല, ആസ്വദിച്ചിട്ടില്ല. അതിന് ശേഷമാണ് ദുബായിൽ വരുമ്പോഴാണ് ദുബായിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല നമ്മൾ അറിയുന്നത്. അതെ അതെ. അന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മുടെ നാട്ടിലെ ഫുഡായിരുന്നു. നമ്മുടെ അവിടെ ഹോസ്റ്റലിനകത്ത് ക്യാൻറ്റീനിലെ ഫുഡ് അത് നോർത്ത് ഇന്ത്യൻ ഫുഡും ആയിരിക്കും. അപ്പോൾ അത് സ്ഥിരം നമ്മൾ ഈ ഡാലും ഇതും ഒക്കെ കഴിച്ച് കഴിച്ചാൽ അവിടുത്തെ ആ ചിക്കൻ കറിക്ക് ഒന്നും നമ്മുടെ ഒരു ചിക്കൻ കറിയുടെ ഒരു ഇത് കിട്ടത്തില്ല. പിന്നെ വല്ലപ്പോഴും കാണും നമ്മുടെ കസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീക്കെൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഫ്രീ ആണെങ്കിൽ അവർ കൊണ്ടുപോകും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കരാമയിലും ഇവിടെയും എല്ലാം ഏറ്റവും നല്ല ടേസ്റ്റി കേരള ഫുഡ് കിട്ടുന്ന ദുബായിലാണ് കേരളത്തിനേക്കാൾ. നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ല ഊണും ഇവിടുത്തെ മീൻ വറുത്തതും ചാളയുടെ ഒക്കെ എന്ത് ടേസ്റ്റാണ്. മീനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഇവിടുത്തെ ഏറ്റവും നല്ല കേരള ഫുഡ് ദുബായിലാണ്. അതെ, അത് കരാമയിൽ പോയ ഗംഭീര ഫുഡല്ലേ, ഓപ്ഷൻസ് ഉണ്ടാവല്ലേ. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആയിരുന്നു അവിടെ വൈഡ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഓഫീസ്. അപ്പം അന്ന് പറഞ്ഞിട്ട് മുകേഷമാവനായിരുന്നു അത് എൻ്റെ വലിയ ബ്രാഞ്ച് കണ്ട് ഉദ്ഘാടനം ചെയ്തത്. അവിടുത്തെ ഒരു മാംഗോ കറി ഉണ്ട്, ഫിഷ് മാംഗോ കറിയും പൊറോട്ടയും. പുട്ടിനൂടെ നല്ല ടേസ്റ്റ്, ഭീകര സാധനം, അടിപൊളി. അപ്പോൾ വൈഡ് റേഞ്ചിൽ ഒരു ഫ്രീ പ്രൊമോഷൻ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. ഇപ്പോൾ എന്താ ദുബായിൽ ഇങ്ങനെ ഒരു തിരക്കിൽ വേറെ പരിപാടിയൊക്കെ ആയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അടുത്തൊരു ഓൺ പ്രൊജക്റ്റായിട്ട് ഉടൻ തന്നെ നമുക്ക് അടുത്ത ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഉറപ്പായിട്ട്. താങ്ക് യു.